മധുമക്കൾ ഓ നമുക്ക് നല്ലൊരു മെലഡി സോങ് കേട്ടാലോ? കേക്കാലോ. മെലഡി റൗണ്ട് ആണ് വരാൻ പോകുന്നത്. നമ്മുടെ ടോപ്പ് സിംഗറിലെ ജിതക്കുട്ടി എത്തുന്നു. ചീത്തക്കുട്ടിയോ? ഞാൻ ഒരിക്കലും അവളങ്ങനെ പറയൂല. ലെറ്റ്സ് വെൽക്കം ജിതക്കുട്ടി ഓൺ സ്റ്റേജ്. ഹലോ ഹായ് ചീത്തക്കുട്ടി. അല്ല, ജിതക്കുട്ടി. ഹായ് മധുങ്ങളെ. ഹായ് ഉണ്ണിയങ്ങളെ. ഹായ് ഹായ്. നല്ല രസം. എവിടെയോ കണ്ടിട്ടുള്ള പോലെ ഒരു ഉടുപ്പ്. കാർട്ടൂണിലോ അങ്ങനെ എങ്ങനെയോ. നല്ല രസമുണ്ട്. അതെ അതെ. താങ്ക് യു. പേര് മാറ്റി കേട്ടോ, പേര് മാറ്റി. അല്ല ജിത മതി. ചീത്തക്കുട്ടി. ഞാൻ നല്ല കുട്ടിയാ. അത് ഞങ്ങൾക്ക് അറിയാലോ, ചുമ്മാ തമാശക്ക് വിളിച്ചല്ലേ. ഏതോ സ്പേസ് ക്രാഫ്റ്റിൽ നിന്ന് വന്ന പോലെ ഉണ്ട്. താങ്ക് യു. എന്റെ മാമൻ എന്ന് വെച്ചാൽ ഏലിയൻ പോലെ ഉണ്ടെന്നാണോ ഉദ്ദേശിച്ചത്? ഏകദേശം അതാണോ ഉദ്ദേശിച്ചത്? ഏകദേശം. പിന്നെ സംശയം UFO വന്ന പോലെയാണോ? ഇല്ല അതുപോലെയല്ല. ഇത് ഏതോ ഒരു കാർട്ടൂണിലുണ്ടെങ്കിൽ ഞാൻ എടുത്ത് കാണിച്ചു തരാം എപ്പോഴെങ്കിലും. എനിക്ക് മെർമെയ്ഡായിട്ടും തോന്നുന്നുണ്ട്. ഇതെനിക്ക് മാമൻ ഗിഫ്റ്റ് ചെയ്ത ആണോ? ഉടുപ്പാണ്. പിന്നെ ഇത് അനുഷ്കയുടെ അമ്മ തയ്ച്ചതാ. രണ്ടുടുപ്പാണോ? ഓ, രണ്ടുടുപ്പാണോ അത്? ഇത് ഒന്ന്, ഇതിന്റെ വേറെ സെപ്പറേറ്റ് ആണ്. ഇത് തയ്പ്പിച്ചതാ. ആഹാ, ഓക്കെ. അപ്പൊ ഈ തുണിയുടെ ബാക്കി ഉണ്ടായിരുന്നോ? ഇല്ല, അതുപോലത്തെ ഒരു തുണി എടുത്തു. അല്ല, അതുപോലത്തെ തുണി വേറെ എടുത്തു. കറക്റ്റ് ആയിട്ട് കിട്ടി. ഓക്കെ. അപ്പൊ പാട്ട് മീനക്കൊടിക്കാറ്റേ ആവണിപ്പുങ്കാറ്റി. MG രാധാകൃഷ്ണൻ ചേട്ടൻ. യെസ്. ബാക്കിയുള്ള ഡീറ്റെയിൽസ്. ലിറിക്സ് കാവാലൻ നാരായണ പണിക്കർ സാർ. അതുപോലെ ഫിലിം കണ്ണെഴുതി പൊട്ടും തൊട്ട്. വർഷം 1999. പാടിയത് ചിത്രാമ്മ. ഇതിന്റെ ഡയറക്ടർ രാജീവേട്ടനാണ്, രാജീവ് കുമാർ ചേട്ടനാണ്. ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ഡയറക്ടറാണ്. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് 2 പടങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇപ്പം രാജീവേട്ടൻ ഒരു ഹായ്. ചീത്തക്കുട്ടി. 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 അപ്പൊ രണ്ടിനും ഇടയ്ക്ക് പറയാം. ചീത്തക്കുട്ടി. കളിക്കോ. ഓക്കെ. മീനക്കോടിക്കാറ്റേ ആവണിപ്പൂങ്കാറ്റേ
നൈസ് നൈസ്. ഇന്നത്തെ പാട്ടില് നമ്മുടെ ജിതക്കുട്ടി മിന്നാ മിന്നി ആണ്. താങ്ക് യു. എന്താണ് കാര്യം? മിന്നാ മിന്നി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഇടയ്ക്ക് ഇങ്ങനെ മിന്നും പിന്നെ പോകും, പിന്നെ മിന്നും പിന്നെ കണ്ടിട്ടില്ലേ? മിന്നാമിന്നെ കണ്ടിട്ടുണ്ടോ? അതങ്ങനെയല്ലേ? കാണാറില്ല. ഭയങ്കര കാണാറില്ലേ? പക്ഷെ മിന്നാമിന്നി ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് അല്ലേ ഇങ്ങനെ പോകുന്നത് അല്ലേ? അപ്പൊ ഇടയ്ക്ക് അത് തെളിഞ്ഞും അല്ലാതെയും പോകുമ്പോഴാണ് അത് ഭയങ്കര രസമായിരിക്കുന്നത് അല്ലേ? അപ്പൊ ആ വെളിച്ചം ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര ആ ഒരു രോമാഞ്ചം എന്ന് പറയുമ്പോൾ ശരിക്കും രോമാഞ്ചം തന്നെ വന്നു കേട്ടോ. അതെ അതെ, അത് സൂപ്പർ ആയിരുന്നു. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ. 2 തവണ. 2 തവണയും. അതെ, You nailed it. Yes. ഒരു സംശയമില്ല കേട്ടോ, അത് ഗംഭീരാണ്. പിന്നെ ഫസ്റ്റ് പല്ലവി ആദ്യത്തെ പ്രാവശ്യം പാടി എനിക്ക് വളരെ അധികം ഇഷ്ടപ്പെട്ടു. പറയൂ എന്ന് അവിടെ കഥ പറയൂ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ അരുമയായിട്ട് തോന്നുന്ന രീതിയിലാണ് അത് പാടി ചെയ്യുന്നത്. അപ്പൊ അവിടെ ഒരു പൂർണ്ണചന്ദ്രനായിട്ട് പല സ്ഥലത്തും കാണാൻ പറ്റി. ചില സ്ഥലത്തൊക്കെ അമാവാസ്യയായി. തളിരില ചൂടിൽ ശ്രുതി ചേർന്നില്ല, ശ്രുതി മുഴങ്ങി എന്നുള്ളത് അവിടെയാണ് ഏറ്റവും ശ്രുതി ചേരേണ്ടത്. ശൃംഗാരശ്രുതി. ശൃംഗാരശ്രുതി, അത് ശ്രുതി ചേർന്നില്ല. പിന്നെ മീനക്കൊടി കാറ്റെ സെക്കൻഡ് ടൈം ഫസ്റ്റ് പല്ലവി അവിടെയും ശ്രുതി, അവിടെ ഇവിടെ സ്ലിപ്പ് പ്രശ്നങ്ങളുണ്ട്. ഓക്കെ. പിന്നെ ഗുഡായിട്ട് പാടിയത് മതം കൊണ്ട് ഗന്ധം വഴിയുന്ന മണ്ണിൽ മോഹങ്ങൾ വീണു. പ്രത്യേകിച്ചും 2ാമത്തെ പ്രാവശ്യം പാടിയത് വളരെ നന്നായിരുന്നു. ചരണം സൂപ്പറായിരുന്നു. നമുക്ക് വീണ്ടും നമ്മുടെ ആ പ്രഭ, നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എന്താണ് പൗർണമി, ഒരു പൂർണ്ണ ചന്ദ്രനെ നമുക്ക് പല സ്ഥലത്തും കാണാൻ പറ്റുന്നു. ചില സ്ഥലത്ത് ചന്ദ്രനെ കാണാനേ ഇല്ല. അതാണ്. അപ്പൊ എനിക്ക് പറയാനുള്ളത് ഫ്രം ദിസ് പെർഫോമൻസ്, നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, ഒന്നുകൂടെ അടിവരയുടെയാണ്. അതായത് ഒരു അബൻഡൻസ് ഓഫ് ടാലന്റ് ഉള്ള ഒരാളാണ് നമ്മുടെ ജിതക്കുട്ടി. അതിന്റെ സ്നേഹം നമുക്ക് 3 പേർക്കുണ്ട്. പക്ഷേ നമ്മുടെ പെർഫോമൻസിൽ കൺസിസ്റ്റൻസി വേണം. അതെങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, അതിനെപ്പറ്റിയുള്ള ചിന്തകൾ നമ്മളിൽ നിറയ്ക്കണം. റിസർച്ച് നടത്തുന്നത് റിസർച്ചാണ് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ഓരോ രീതിയിലല്ലേ. അപ്പൊ ജിതക്കുട്ടി ഏത് രീതിയിലാണ് ജിതക്കുട്ടിയെ തന്നെ ഒന്ന് പിന്നെയും മാറ്റിക്കൊണ്ടുവരേണ്ടത്. ചില കാര്യങ്ങളിൽ നമ്മൾ തന്നെ നമുക്ക് മാറ്റം വരുത്തണ്ടേ അല്ലേ? ഇപ്പൊ എനിക്ക് കുറെ ബുദ്ധിമുട്ടുള്ള ആരോഗ്യപരമായിട്ട് വരുമ്പോഴത്തേക്കും ഞാൻ കുറെ മാറ്റങ്ങൾ സ്വയം വരുത്തിയാണ് അതിനെ ഓവർകം ചെയ്യണം അല്ലേ? അതുപോലെ പാട്ടിന്റെ കാര്യം വരുമ്പോഴത്തേക്കും നമുക്ക് പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ആ നെഗറ്റീവ്സിനെ നമ്മൾ പതുക്കെ പോസിറ്റീവ്സ് ആയിട്ട് കൺവെർട്ട് ചെയ്യണം. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ പെർഫോമൻസ് നമുക്ക് മാർക്സ് ആയിട്ട് കാലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ജിതക്കുട്ടി അത് നന്നായിട്ടൊന്ന് അതിനുവേണ്ടി ശ്രമിക്കണം എന്ന് അങ്കിൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് പറയാനാണ് ഈ തരുണത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. ജിതക്കുട്ടി മൈനസ് പോയിന്റ്സ് ഒക്കെ പറഞ്ഞു, ഇനി പ്ലസ് പോയിന്റ് മാത്രം ഞാൻ പറയാം. ജിതക്കുട്ടിയുടെ വോയിസ് നല്ല ശരിക്കും യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാവുന്ന നല്ലൊരു വോയിസ്. യെസ്, അല്ലേ? അത് ഒരു ബെല്ലോസ്മാര് യൂസ് ചെയ്യുന്നുണ്ട്. ആ ഹൈ നോട്ട്സ് ഒക്കെ ടച്ച് ചെയ്യുമ്പോൾ ഭയങ്കര സുഖം. അപ്പൊ അത് കൺസിസ്റ്റന്റ് ആയിട്ട് ആദ്യം മുതൽ അവസാനം വരെ ആ വോയിസിനെ നല്ല മോൾഡ് ചെയ്തെടുത്താൽ ഇതിലും ബ്യൂട്ടിഫുൾ ആയിട്ട് പാടാൻ പറ്റും. ഓക്കെ, നല്ലൊരു സോങ് ആണ് സെലക്ട് ചെയ്തത്. പക്ഷെ ചില സ്ഥലത്ത് മാത്രം നമുക്ക് ഈ പറഞ്ഞ മാതിരി ഒരു ഇൻകൺസിസ്റ്റൻസി തോന്നിയതാണ്. അപ്പൊ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. ആ വോയിസിനെ എത്ര മനോഹരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ അത്രയും ഭംഗിയായിട്ട് യൂസ് ചെയ്ത് സ്കോർ ചെയ്യാം. അത് മാത്രമേ എനിക്ക് പറയാൻ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ജിതക്കുട്ടി അങ്ങനെ എന്നെ വിളിക്കാൻ ഉദ്ദേശിച്ചേ അറിയാണ്ടായി പോയതാ. മനസ്സിലായല്ലോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചരണമാണ്. അതെ, അതില് പ്രത്യേകിച്ച് രോമാഞ്ചം. അത് ഞങ്ങൾ രോമാഞ്ചം കൊള്ളിച്ചു. എന്നും കാര്യമായിട്ടൊന്നുമില്ല, എന്നാലും രോമാഞ്ചം ഉണ്ടായി. ഓക്കെ, അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചരണമാണ്. പക്ഷെ ഇനി വീണ്ടും നമുക്ക് ഇനി ആദ്യം മുതൽ തുടങ്ങാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ MJ പറഞ്ഞ ആ കൺസിസ്റ്റൻസി അത് കീപ്പ് ചെയ്യണം. അതിനുള്ള ശ്രമം തുടരണം. കേട്ടോ, എവിടെയാണ് ഞാൻ വീക്കായത്, ഇത് എനിക്ക് എങ്ങനെ ശരിയാക്കാൻ പറ്റും, അതാണ് റിസർച്ച് എന്ന് പറയുന്നത്. നമ്മളെ പറ്റി തന്നെ ഒന്ന് ശരിയാക്കി എടുക്കണം. എവിടെയൊക്കെയാണ് കുറവുകൾ എന്ന് വെച്ചാൽ അത് നികത്തി മുമ്പോട്ട് പോകണം. അതൊക്കെയാണ്. എനിക്കും മീനക്കൊടിക്കാറ്റ്, ആവണി പൂങ്കാറ്റയിൽ ചില സമയത്ത് സ്ലിപ്പായി. മീനക്കൊടിക്കാറ്റയുടെ അത് ഫസ്റ്റ് ടൈം ഓക്കെ, സെക്കൻഡ് ടൈം ആവണി പൂങ്കാറ്റയുടെ എൻഡിലൊരു ചെറിയൊരു ഇതില്ലേ, ചെറിയ അതെ അത് ചില സമയത്ത് സ്ലിപ്പായി പോകുന്നുണ്ട്. ബാക്കിയെല്ലാം കുറേ MJ പറഞ്ഞു കഴിഞ്ഞു. തളിര് അനുപല്ലവി കുറച്ച് ശ്രുതി പ്രശ്നം ഉണ്ടായിരുന്നു ഇവിടെയൊക്കെ. ബാക്കിയെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഫീൽ ഉണ്ടായിരുന്നു. ചില പറയൂ, കഥ പറയൂ ഒക്കെ നല്ല ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ. വെരി ഗുഡ്. താങ്ക് യു. അപ്പോൾ
നല്ല കുട്ടിയാ. ഓക്കെ, താങ്ക് യു സർ. ജിതക്കുട്ടി, ഓ. ഇതിന് കൊണ്ടുവന്ന ടൈപ്പ് ഓഫ് ഉന്നക്കായ ഇനിയും കൊണ്ടുവരാൻ മറക്കണ്ട എന്ന് ജിതയോടും ഇനിയും അവിടെ- അമ്മയോടും അവിടെ. പറഞ്ഞുകൊള്ളുന്നു. ഇനിയും ഞങ്ങൾ സ്വീകരിക്കുന്നതായി. സഹോദരി, നമ്മൾ ഇവിടെ ഇരിക്കുകയാണ്, സ്വീകരിക്കാൻ. ഈന്തപ്പഴ ഫ്രൈ. ചേ, കൈക്ക് പ്രശ്നം പറ്റിപ്പോയി. നിങ്ങൾക്ക് കിട്ടിയോ? മിസ്സായി മോളെ, മിസ്സായി. എന്തായിരുന്നു ഇവിടെ? സാറിനും കിട്ടിയില്ല. ഉണ്ണിയങ്കളിനും കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് രണ്ടാക്കും വേറെ ഉണ്ടാക്കി തരണേ. ഓക്കെ, കൊടുത്തതെല്ലാം ചട്ടിപ്പത്തിരി ഒക്കെ ഉണ്ട്. ഇനി അവർക്ക് കൊടുക്കണ്ട അല്ലേ? ഇനി അവർക്ക് കൊടുക്കണ്ട. നിങ്ങൾക്ക് രണ്ടാക്കില്ല. ഇനി മീനുട്ടി അടുത്ത എക്സാമിന് പോകുമ്പോഴത്തേക്കും കൊണ്ടുവരണേ. അപ്പൊ ജിതയ്ക്ക് ഇന്ന് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 100ൽ 97. താങ്ക് യു സർ. ജിതക്കുട്ട, ഓൾ ദ ബെസ്റ്റ്. അടുത്ത പ്രാവശ്യം പൊളിക്കണം. ഓക്കെ എനിക്കും ഉണ്ടാക്കിക്കൊണ്ടിരണം. ഓക്കെ. MJ അങ്കിൾ, നമ്മുടെ അമ്മൂമ്മ കുട്ടി വരാൻ പോലെ. അതെ, ഒത്തിരി നാൾക്ക് ശേഷമാണ് നമ്മൾ കാണാൻ പോകുന്നത്. സീസൺ 1 നമ്മുടെ വൈഷ്ണവി കുട്ടിയാണ് കേട്ടോ വരാൻ പോകുന്നത്. ഒത്തിരി നാളായി വൈഷ്ണവി കുട്ടീനെ കണ്ടിട്ട്. അപ്പൊ ഇന്ന് നമ്മളിത് ഒന്നിച്ച് പ്രേക്ഷകരും നമ്മളും ഒക്കെ കാണാൻ പോവാണ്. വൈഷ്ണവി കുട്ടിയും ജഗത് കുട്ടനുമാണ് ഒരു ഡിബേറ്റ് റൗണ്ടുമായിട്ട് എത്തുന്നത്. വെൽക്കം. ഇത്ര പൊക്കം വെച്ചോ? ഐ കാൺട്ട് ബിലീവ് ദിസ്. കുറെ നാൾ കഴിഞ്ഞ വന്ന കാരണം റെസ്പെക്ട് കൊണ്ട് എഴുന്നേറ്റ് വന്നാ ഞങ്ങളൊക്കെ. MJ അങ്കിൾ എന്നിട്ട് മധുങ്ങൾ എന്തിനാ എഴുന്നേറ്റ് എഴുന്നേറ്റു? ഞാനിവിടെ ഒന്നും പിടികിട്ടാതിരിക്കുക. ഉണ്ണിയങ്കൾ ഇങ്ങനെ വൈഷ്ണവി ഏയ് അമ്മൂമ്മ കുട്ടി, സുഖമായിട്ടിരിക്കുന്നു. അമ്മൂമ്മ കുട്ടി ഓർമ്മയുണ്ടോ ഇപ്പൊ പേര്? ഉണ്ട് ഉണ്ട്. ആ, എന്ത് ഒരുപാട് ഓർമ്മയുണ്ട്. എന്ത് പറയുന്നത്? സുഖമായിട്ടിരിക്കുന്നു. പൊക്കം വെച്ച് ഭയങ്കര സുന്ദരിയായല്ലോ. താങ്ക് യു. ആ, വെരി നൈസ്, വെരി നൈസ്. ഇപ്പൊ ഹൈദരാബാദിലാണോ തൃപ്പൂണിത്തുറയാണോ? അല്ല, തൃപ്പൂണിത്തുറ തന്നെ. ഇവിടെ സെറ്റിലായി. ആ. വെരി ഗുഡ്. നമ്മ ഊരിലെ ഇருக்கு. അതെ. അമ്മയെ കണ്ടോ? അച്ഛൻ എന്താ പറയുന്നു? അച്ഛൻ ദുബായിൽ തന്നെ സുഖമായിട്ടിരിക്കുന്നു. സുഖമായിട്ടിരിക്കുന്നു. എല്ലാം സുഖമായിട്ട് പോകുന്നു. ആ. പാട്ട് എങ്ങനെയുണ്ട്? പാട്ട് നന്നായിട്ട് പോകുന്നു. ഈ തവണ സ്റ്റേറ്റില് CBSE കലോത്സവത്തിന് ക്ലാസിക്കലിന് സെക്കൻഡ്, ലൈറ്റ് മ്യൂസിക്കിന് ഫസ്റ്റ് കിട്ടി. കൺഗ്രാചുലേഷൻസ്. ബെസ്റ്റ് താങ്ക് യു. ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ്. കുട്ടിച്ചേട്ടാ, നന്നായിട്ട് പോട്ടെ. ഇനി ഇരുന്നോളൂ. അല്ല, ഞാൻ ഇരിക്കാം. ഞാൻ എന്റെ മകൾ വരുന്ന കണ്ട് എനിക്ക് സഹിക്കാൻ പറ്റാതെ എണിച്ചു. താങ്ക് യു. ഞാൻ വിചാരിച്ചു ആളറിയാതെ ബഹുമാനിച്ചാന്ന്. അതെ, എന്നാടാ? മകൾ പോയി. എടാ, ഞങ്ങൾ കൊറേ മക്കളുണ്ടാ സീസൺ 1. നിന്നെ പോലെ കുരുത്തം കെട്ടണങ്ങളൊന്നും അല്ലായിരുന്നു ഞങ്ങള്. ജഗത് കിഷോർ ചന്ദ്രശേഖരനാണ് നമ്മുടെ ഉണ്ണിച്ചേട്ടാ. അതെ. 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 അപ്പൊ ഇന്ന് ഏതാണ് പാട്ട്? കാത്തിരുന്ന പെണ്ണല്ലേ. കാത്തിരുന്ന പെണ്ണല്ലേ, കാലമേറെ ആയില്ലേ, അല്ലെ? ആ. ബ്യൂട്ടിഫുൾ ആ സോങ്. പെണ്ണാണോ തൊട്ടടുത്ത് നിൽക്കുന്നത്? ഞങ്ങള് കാത്തിരുന്ന പെണ്ണാണ് വൈഷ്ണവി കുട്ടീനെ കാണാൻ ഞങ്ങള് നമ്മള് കാത്തിരുന്നു. അതെ. അപ്പൊ ഡീറ്റെയിൽസ് പോരട്ടെ. അലക്സ് പോൾ മ്യൂസിക്, അത് മനസ്സിലായി. ഉം. ഇത് പാടിയിരിക്കുന്നത് ദേവാനന്ദ് സാറും ജോൽസ്. ജോത്സ്ന മാമും. ഓക്കെ. സിനിമ ഏതാണ്? ക്ലാസ്മേറ്റ്സ്. ക്ലാസ്മേറ്റ്സ്. ഇത് മീറ്റ്സ്. അതെ. Yes. പിന്നെ വർഷം 2006. ഉം. ലിറിക്സ് ശരത് വയലാർ സാർ. ശരതന്റെ പാട്ടാണ്. അപ്പൊ ജഗജാല ഖിലാടി നന്നായിട്ട് പാടണേ. ഓക്കെ, രണ്ടുപേർക്കും ഓൾ ദി ബെസ്റ്റ് കേട്ടോ. All the best, all the best. താങ്ക് യു. കാത്തിരുന്ന പെണ്ണല്ലേ, കാലമേറെയായില്ലേ. കാത്തിരുന്ന പെണ്ണല്ലേ, കാലമേറെയായില്ലേ. മുള്ളുപോലെ നൊന്തില്ലേ, നോവിലിന്നു തേനല്ലേ. വൈകി വന്ന രാവല്ലേ, രാവിനെന്തു കുളിരല്ലേ. ഉള്ളിലുള്ള പ്രണയം തീയല്ലേ.
പെണ്ണല്ലേ കാലമേറെയായില്ലേ ഗോരി 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 എരി 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 ഗോരിയേ ഗോരിയേ എരി 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 ഗോരി 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 ഉറക്കം വെടിഞ്ഞു നാം ഇരിക്കുന്ന വേളയിൽ മുറിക്കുള്ളിലെ തണുപ്പെന്തിനോ കൊതിച്ചങ്ങു നിന്നുവോ നിലാവിന്റെ പന്തലിൽ കിനാവിന്റെ വള്ളിയിൽ കുരുക്കുത്തികൾ വിഴിത്തുമ്പിലെ മയക്കം മറന്നുവോ നീല വന്നൊരു മേഘജാലമേ ആരു വന്നു നീ ചൊല്ലിയിൽ നറുവെണ്ണ തൂകുമൊരു യാമശംഖുലിൽ ഇന്നു കണ്ണനോ ഞാനല്ലേ ഞാനിന്നും മൂളുന്നുണ്ട് രാധാ സംഗീതം മനോഹരി രാധേ രാധേ മുരാരി എന്നിവിടെ പെണ്ണെ ഇണങ്ങിയോ കണ്ണൻ കണ്ടേ ഇണങ്ങുവാൻ ചെല്ല് ചെല്ല് മുകുന്ദന്റെ ഓമൽ ചുണ്ടിൽ മുളം തണ്ട് മോളി പൊന്നെ മനസ്സിന്റെ ഉയരങ്ങളിലൂടെ സുഗനവഗീതം പകരാനില്ല കാത്തിരുന്ന പെണ്ണല്ലേ കാലമേറെയായില്ലേ മുള്ളുപോലെ നൊന്തില്ലേ നോവിലിന്നു തേനല്ലേ വൈകി വന്ന രാവല്ലേ രാവിനെന്തു കുളിരല്ലേ ഉള്ളിലുള്ള പ്രണയം തീയല്ലേ കാത്തിരുന്ന പെണ്ണല്ലേ കാലമേറെയായില്ലേ ഗോരി 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 എരി 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 ഗോരി 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 എരി 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 ഗോരി 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 ഏ ഏ ഏ ഏ ഏ ഏ അതെന്തായിരുന്നു സംഭവം? ഒരു വാൽകഷ്ണം. അതെ മോൻ മാത്രമാണ് ആ ബേസിൽ പാടുന്നല്ലേ? യാസിൻ. ആ യാസിൻ കൊള്ളാം കേട്ടോ. അതിൽ വേറിട്ട ശബ്ദമായിട്ടുണ്ട്. അതെ 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 ആ യാസിന്റെ ബേസ് ശരിക്ക് രജിസ്റ്റർ ചെയ്യണം. അതെ 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 അത് ഈ പാട്ടിന് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ശരിക്കും match ആയി. സാധാരണ ബേസ് അങ്ങനെ കേക്കില്ല, ഇത് വളരെ ഓബ്വിയസ് ആയിട്ട് കേൾക്കും. അതെ അതെ അതെ. വൈഷ്ണവിക്കുട്ടി, എന്താ സർ? സത്യത്തില് എനിക്ക് എന്ത് പറയണമെന്ന് കിട്ടുന്നില്ല. കാരണം അത്രയും അധികം സന്തോഷമാണ് വൈഷ്ണവിക്കുട്ടി വീണ്ടും Thank you, കാണാനായിട്ട്. എനിക്ക് ഒരുപാട് സന്തോഷം. ആ ഒരു ഫസ്റ്റ് സീസണിൽ എത്ര അധികം ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ സ്നേഹിച്ചെന്ന് എനിക്ക് പോലും ചിലപ്പോൾ ഈ നിമിഷങ്ങളിലായിരിക്കും മനസ്സിലാവുന്നത് കൂടുതൽ. അത്രയും ഡീപ്പാണ് ഓരോ പാട്ടുകൾ. ഇവർ പാടുന്ന ഓരോ പാട്ടുകൾ മധുവിനറിയാം. അതെ അതെ ഓരോ പാട്ടുകൾ പാടാനായിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചിരിക്കും. അതെ. നമുക്കെല്ലാം അറിയാല്ലേ നമ്മള് എത്രത്തോളം നമ്മളിങ്ങനെ കരുതി നമ്മൾ കൊണ്ടുവന്നതാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ. വൈഷ്ണവി പ്രത്യേകിച്ചും ഞാനിപ്പോഴും ഓർക്കുന്ന എൻ്റെ മടിയിലിരുന്ന് പാടിയ ആ ഒരു പാട്ടാണ് എൻ പൂവേ പൊൻപൂവേ രാരി രാരം പൂവേ എന്നുള്ളത്. ഞാൻ പിരിഞ്ഞ നിമിഷം വരെ നീ പിറന്ന സമയം
ഈ പാട്ടിലൂടെ ഈശ്വരനെ തന്നെയാണ് നേരിട്ട് കാണുന്നത്. Right in front of you. ഒരു വാക്കുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. ഓ, അത് അന്ന് പാടിയത് അൺബിലീവബിൾ ആണ്. ഇവിടെ ഇപ്പോ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ദിയക്കുട്ടി പാടിയപ്പോഴത്തേക്ക് ഞാൻ വൈഷ്ണവി കുട്ടിയെ പറ്റി ആലോചിച്ചു. ആ ഒരു പെർഫെക്ഷനിൽ വരുന്ന ഒരു കാറ്റഗറിയിലുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. ഇപ്പൊ രണ്ടാമത് ഇപ്പൊ വലിയ കുട്ടി ആയതിനു ശേഷം അങ്കിളിന് കേൾക്കാനായിട്ടുള്ള ഒരു കുട്ടിയായി ശബ്ദം ഭാഗ്യമുണ്ട്. മാറി. പണ്ടത്തെ ശബ്ദമല്ല ഇപ്പൊ. പണ്ടത്തെ ശബ്ദമല്ല. പിന്നെ കുറച്ചും കൂടെ അതിൽ മെച്ചൂരിറ്റി വന്ന്, ഓഫ് കോഴ്സ് അങ്ങനെയാണല്ലോ, നമ്മൾ മുകളിലോട്ട് പോകും തോറും അങ്ങനെയാണല്ലോ. പിന്നെ ഇപ്പോ പ്രൈസ് ഒക്കെ കിട്ടിയെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. താങ്ക് യു സർ. അപ്പൊ ജഗത്തൂട്ടൻ ഇന്ന് ഭാഗ്യമാണ് കേട്ടോ വൈഷ്ണവി കുട്ടിയോട് പാടാനായിട്ട്. അത് മാത്രമല്ല വൈഷ്ണവി കുട്ടി നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു കേട്ടോ. താങ്ക് യു സർ. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പാടി, ഷെയർ ചെയ്ത് പാടി, അതൊക്കെ വളരെ നന്നായിരുന്നു. നിലാവിന്റെ പന്തലിൽ കിനാവിന്റെ വഴിയിൽ കുരുക്കുത്തികൾ വിഴിത്തുമ്പിലെ മയക്കം മറന്നുവോ. നീളെ വന്നൊരു മേഘജാലമേ ആരു വന്നു നീ ചൊല്ലിയിൽ നറുവെണ്ണ തൂകുമൊരു യാമശംഖുലി ഇന്നു കണ്ണനോ ഞാനല്ല. ജഗത്തൂട്ടൻ ടെമ്പോ ഇടയ്ക്ക് ഇങ്ങനെ കുറച്ച് വലിഞ്ഞ പോലെ തോന്നി അനുപല്ലവിയിൽ. അത് എങ്ങനെ ആണ് വരുന്നത്? അടക്കത്തിലെങ്കിലും ചുമ്മാ ഒന്ന് പറയാമോ? പിണക്കം മറന്നിടാൻ ഇണക്കത്തിലാകുവാൻ ലാ സമത്തിലല്ലേ? ഇണക്കത്തിലാകുവാൻ ഇണക്കത്തിലാകുവാൻ ഉം. കൊതിക്കുമ്പിളം നിറച്ചെപ്പോഴും വലം വച്ചു നിന്നെ ഞാൻ. കൊതിക്കുമ്പോഴും അല്ലേ? ഇതിങ്ങനെ ചില കാര്യങ്ങൾ നമ്മൾ കൃത്യം ആ സിങ്കപ്പേഷനിൽ കറക്റ്റായിട്ട് കോൺടൈസ്ഡ് ആയിട്ട് പാടണം. കോൺടൈസ് എന്ന് പറഞ്ഞാൽ കൃത്യതയിൽ അത് വരണം. ആ താളഘടനയിൽ എവിടെയൊക്കെയാണോ ഏതൊക്കെ വരേണ്ടത് അതുപോലെ വന്നാലേ അത് നന്നായിട്ട് ധ്വനിക്കുള്ളൂ. അങ്ങനെയാണെങ്കിലേ ഞാൻ ആഹാ എന്ന് പറയുള്ളൂ. അപ്പൊ ഇനിയിപ്പോ പാടി കേൾപ്പിക്കണം. ഇതിന്റെ എത്രയാണ് വിശ്രമം? തക്കിട്ട് അത് തകയാണോ തകിടയാണോ? തകിടയാണ്. അപ്പൊ തകിട കറക്റ്റ് ആയിട്ട് വെക്കണം. ഓക്കെ. പിണക്കം മറന്നിടാൻ ഇണക്കത്തിലാകുവാൻ കൊതിക്കുമ്പിളം കൊതിക്കുമ്പോ മുകളില് പിച്ച്. കൊതിക്കുമ്പിളം നിറച്ചെപ്പോഴും വലം വച്ചു നിന്നെ ഞാൻ. ഇപ്പൊ ശ്രുതിയും നേരത്തെ ശ്രുതി ഏകദേശം ഒക്കെ ചേർന്നില്ല. ഇപ്പൊ ശ്രുതിയും കൂടെ കുറച്ച്, അപ്പൊ താളവും ശ്രുതിയും കൂടെ പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമല്ലേ? സാരല്ലേടേ. പക്ഷെ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ ചില പാമകരേ സരിസ അല്ലേ? കാത്തിരുന്ന പെണ്ണല്ലേ കാത്തിരുന്ന പെണ്ണല്ലേ കാലമേറെ കാലമേറെയായില്ലേ. പാമകരി സരിസ അത് കറക്റ്റ്. ഇടയ്ക്ക് അനുപല്ലവി കഴിഞ്ഞ് വന്നപ്പോഴാണ് അവിടെ ചേരാതെ വന്നത്. അപ്പൊ ഇതൊക്കെ ശ്രദ്ധിക്കണേ മക്കളെ. ജഗതൂട്ടാ എന്തോന്നടേ ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ. അപ്പൊ ഇങ്ങനെ കുറച്ച് സ്ലിപ്സ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും രണ്ടുപേരും കൂടെ ഒന്നിച്ച് ചേർന്നപ്പോഴത്തേക്കും എന്തരോ അത് നന്നായിരുന്നു കേട്ടോ. താങ്ക് യു സർ. ജഗത് കിഷോർ എന്തോ കുറെ കാലത്തിന് ശേഷം കാണാം. അതെ. വോയിസിന് പ്രശ്നമൊന്നുമില്ല. എനിക്ക് ചെറിയ എനിക്ക് സൈനസ് ഇൻഫെക്ഷൻ. ഓ, ഈ സൈനസ് ആയോ? എനിക്ക് കുറച്ചൊരു അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നി ഈ പിച്ച് മോനെ. ഇതിന് മുമ്പേ ഉണ്ടായിട്ടത് മാതിരി ഒരു സ്ട്രെയിൻ വന്നിട്ട് ഒരു പാട്ടെടുത്തത്. അപ്പൊ എപ്പോഴും സോങ് ഫിക്സ് ചെയ്യുന്നതിന് മുമ്പേ ഒന്ന് നോക്കൂ, കംഫർട്ടബിൾ ആണോ നോക്കിയിട്ട് എടുക്കൂ പാട്ട്. ഓക്കെ. ഞാൻ ഈ പറഞ്ഞ മാതിരി ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടെമ്പോ കുറച്ച് വലിയുന്നതും ഒക്കെ നോക്കിയിരുന്നു ഞാൻ. പക്ഷെ പിച്ചിങ് പല സ്ഥലത്തും കറക്റ്റ് ആയിരുന്നു കേട്ടോ. പിച്ചിങ് അല്ല പ്രശ്നം, പക്ഷെ ആ പിച്ച് ടച്ച് ചെയ്യാൻ വല്ലാതെ സ്ട്രെയിൻ ചെയ്യണമായിട്ട് തോന്നി. അതൊന്ന് ശ്രദ്ധിക്കണം മോനെ. ഇനിയിപ്പോ നെക്സ്റ്റ് സ്റ്റേജിലൊക്കെ നല്ല ടഫ് ആവില്ലേ? അപ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ ഒന്നുകൂടി നന്നായിട്ട് സെലക്ട് ചെയ്ത് മോനെ കംഫർട്ടബിൾ പിച്ച് എടുത്തോളൂ. ആ പിച്ച് തന്നെ പാടണമെന്നൊന്നുമില്ല, മോന് കംഫർട്ടബിൾ ആയിട്ടുള്ള പിച്ച് എടുക്കണം കേട്ടോ. അപ്പൊ നല്ല രസമായിട്ട് പാടാലോ, എൻജോയ് ചെയ്ത് പാടാം. വൈഷ്ണവി, യു ഡിഡ് വെരി വെൽ. താങ്ക് യു സർ. ഏത് ക്ലാസ്സിലാണ് പോകുമ്പോൾ? ഇപ്പൊ ഞാൻ 7th കഴിഞ്ഞ് 8th 8th സ്റ്റാൻഡേർഡ് ആയി. ബ്യൂട്ടിഫുൾ സിംഗിങ്. താങ്ക് യു സർ. ഗുഡ്. നല്ല സപ്പോർട്ട് ചെയ്തു പോനെ. താങ്ക് യു. ബ്യൂട്ടിഫുൾ റെൻഡിഷൻ. താങ്ക് യു സർ. ബെസ്റ്റ് ഓഫ് ലക്ക്. വൈഷ്ണവി കുട്ടി, എന്തോ ജഗത് കിഷോർ. എന്തോ യെസ്, രണ്ടുപേരും വളരെ മനോഹരമായിട്ട് പാടി. വൈഷ്ണവി കുട്ടിയെ കുറെ നാളുകൾക്ക് ശേഷം വീണ്ടും ഈ വേദിയിൽ കാണാൻ സാധിച്ചത് വളരെ സന്തോഷം. എനിക്കും വൈഷ്ണവി കുട്ടിയുടെ കൂടെ പാടാനൊരു ഭാഗ്യം ഉണ്ടായിരുന്നു കേട്ടോ. ഏതാ
കരളേ നിൻ കൈ ആ. പിടിച്ചാൽ നമ്മൾ രണ്ടുപേരും പാടിയിട്ടുണ്ടല്ലേ ഇതില്. അപ്പൊ എന്തായാലും ഇന്ന് കലക്കി രണ്ടുപേരും നന്നായിരുന്നു. പിന്നെ നമ്മുടെ പല മോൻ പാടിയ പല ഭാഗങ്ങളും ചില ഭാഗങ്ങളൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. ഈ വോയിസ് കുറച്ച് നെയ്സൽ ഇത് തോന്നുന്നുണ്ട്, കാരണം അതവന് സൈനസ്. comfortable അല്ല, അതെ, ഇന്ന് ഇത്തിരി വയ്യായിക തോന്നുന്നുണ്ട് പാട്ട് പാടിയപ്പോൾ. അതുകൊണ്ട് തന്നെ പല സ്ഥലത്തും നോട്ട്സ് ശ്രുതി പ്രശ്നം തോന്നി. അതെല്ലാം ഞാൻ വിശദീകരിച്ച് പറയാൻ നിൽക്കുന്നില്ല. കാത്തിരുന്ന പെണ്ണല്ലേ ചില നോട്ട്സ് ചില സമയത്ത് പാടുമ്പോൾ നോട്ട് മാറിപ്പോയിട്ടുണ്ട് ചില സ്ഥലത്ത്. കാത്തിരുന്ന പെണ്ണല്ലേ അത് നോട്ട് ചിലപ്പോൾ മാറിപ്പോയി. പിന്നെ കൊതിക്കുമ്പിളും അത് ശ്രുതി. മഞ്ഞുകൊള്ളുമി അവിടെ കാത്തിരുന്ന പെണ്ണല്ലേ മിഡ് പല്ലവിയിൽ. യാമശങ്കുലിയിൽ ഇന്ന് കണ്ണനോ ഞാനല്ലേ അവിടെ കുറച്ച് വോയിസ് വീക്കാവുന്നുണ്ടായിരുന്നു. വയ്യാത്തോണ്ടായിരിക്കാം. അത് ഒതുക്കാൻ ശ്രമിച്ചിട്ടാണോ അത് അവിടെ അങ്ങനെ ഒതുക്കേണ്ട കാര്യമില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് തോന്നിയത്. ബാക്കി പല ഭാഗങ്ങളും നന്നായിരുന്നു. ആവിയൊക്കെ പിടിച്ച് ഇതൊക്കെ ശരിയാക്കുക കേട്ടോ. ആവി കൊണ്ട് ഈ സൈനസ് ഒക്കെ പെട്ടെന്ന് ആവി പിടിക്കാറുണ്ടോ? അപ്പൊ എല്ലാം പെട്ടെന്ന് ശരിയാവട്ടെ. വൈഷ്ണവിക്കുട്ടി നന്നായിരുന്നു, വളരെ ഇഷ്ടപ്പെട്ടു ഇന്ന് പാടിയത് കേട്ടോ. ഓക്കെ. ചില സമയത്ത് നമ്മൾ ജീവിതത്തിൽ ചില മോമെന്റ്സ് റീലിവ് ചെയ്യുക അല്ലെങ്കിൽ റീകണക്ട് ചെയ്യുക എന്ന് പറയുന്നത് അത് ഭയങ്കര അത്ഭുതമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അതുപോലെ ഒരു മൊമെന്റ് ആണിത്, വൈഷ്ണവി കുട്ടിയോടുള്ള ഈ മൊമെന്റ്. എനിക്ക് അങ്കിളിനൊരു കൊതിയുണ്ട്. എൻ പൂവേ പൊൻപൂവേ ജസ്റ്റ് ഒരു 2 ലൈൻ ഈ പുതിയ ശബ്ദത്തിൽ കേൾക്കാം. പഴയ ശബ്ദത്തിലല്ലല്ലോ ഇപ്പോ പുതിയ ശബ്ദമല്ലേ? പൂവേ പൊൻപൂവേ ആരീരാരം പൂവേ കനവും നീ നിനവും നീ വായോ വായോ വാവേ ഉണ്ണിക്കണ്ണായെന്നെന്നും ഉണ്ണിക്കണ്ണായെന്നെന്നും നിന്നെ കൂടാതില്ല ഞാൻ കുഞ്ഞാവേ. എൻ പൂവേ പൊൻപൂവേ ആരീരാരം പൂവേ കനവും നീ നിനവും നീ വായോ വായോ വാവേ. ആഹാ, സൂപ്പർ സൂപ്പർ. വാട്ട് എ മൊമെന്റ്. താങ്ക് യു വൈഷ്ണവ് കുട്ടി. താങ്ക് യു സർ. ജഗത് കിഷോർ എന്തോ മാർക്ക് പറയട്ടെ. ആ. ഇന്ന് മോനെ കുറച്ച് വയ്യായൊക്കെ ഉള്ളതുകൊണ്ട് നമ്മള് ഉദ്ദേശിച്ച ഒരു സ്റ്റാൻഡേർഡ് എത്തിയില്ല. പക്ഷെ വൈഷ്ണവി വാസ് ഓഫ് ഗുഡ് സപ്പോർട്ട് ടു ഹിം. ബട്ട് ഇന്നത്തെ മാർക്ക് മോനെ 96 ഔട്ട് ഓഫ് 100. താങ്ക് യു. ജഗത് സർ അടുത്ത പ്രാവശ്യം പൊളിക്കും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. വൈഷ്ണവി കുട്ടി, ബൈ. താങ്ക് യു. ഹെൽത്ത് നല്ല നോക്കാം മോനെ. ടോപ്പ് സിംഗറിന്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഡൂപ്പർ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. അടുത്ത ദിവസം വീണ്ടും കാണും വരെ എല്ലാ പ്രേക്ഷകർക്കും ടാറ്റാ, ബൈ, സീ യു.